ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ടാറ്റ മോട്ടോഴ്സിനെ സെയിൽസിൻ്റെ കാര്യത്തിൽ സെക്കൻഡ് സ്റ്റേജിൽ സക്സസ്ഫുൾ ആക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള രണ്ട് വാഹനങ്ങളാണ് ടിയാഗോയും നെക്സോണും. അതിന് മുന്നേ അവർ സെയിൽസിൻ്റെ കാര്യത്തിൽ പിടിച്ചു നിന്ന് നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിജീനിയസ് കാറായ ഇൻഡിക്ക വെച്ചാണ്. പക്ഷേ അതിന് കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ മീൻസ് വണ്ടി ആദ്യം ഇറക്കിയ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്തു, റിലയബിലിറ്റി വൈസ്, അതുപോലെ വൈബ്രേഷൻ, പിന്നെ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ആ വാഹനത്തിനുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ അതിനുശേഷം പിന്നെ അവരുടെ സെക്കൻഡ് ജനറേഷൻ പ്രൊഡക്ട്സ് ആയ നമ്മുടെ ടിയാഗോ നെക്സോണൊക്കെ വന്നപ്പോഴാണ് പിന്നീട് അവർക്ക് ആ ഇൻഡിക്കയുടെ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയത്. അതിന് മുന്നേ പിന്നെ ജസ്റ്റ് ബോൾട്ട്, അങ്ങനെ പിന്നെ വിസ്ത വന്നായിരുന്നു, അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ അവർ ഇറക്കിയായിരുന്നു. പക്ഷെ എന്നാൽ പോലും അതിനൊന്നും സെയിലിൻ്റെ കാര്യത്തിൽ വലിയ സക്സസ് കിട്ടിയില്ല. നെക്സോണും ടിയാഗോയും വന്നപ്പോഴാണ് അങ്ങനെ വലിയൊരു ബ്രേക്ക് ത്രൂ അവർക്ക് വന്നത്. മെയിനായിട്ട് ടിയാഗോ ആണ്. അതിനുശേഷം പിന്നെ നെക്സോൺ വന്നപ്പം ഒന്നും കൂടെ അവർക്ക് പിടിച്ചു വെക്കാൻ പറ്റി. 2016 ടിയാഗോ വരുന്നത്, ആൻഡ് 2017 നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ നെക്സോൺ വരുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്ന പുതിയ സെക്കൻഡ് ജനറേഷൻ നെക്സോണിനെ പറ്റിയാണ്. ജനറേഷൻ എന്ന് പറയുമെങ്കിലും ടെക്നിക്കലി ഇത് എഗെയിൻ ഒരു മേജർ ഫേസ് ലിഫ്റ്റ് പോലത്തെ വണ്ടി തന്നെയാണ്. നമുക്കിപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് വളരെ കുറവാണ്. പക്ഷെ എന്തായാലും ഇപ്പോൾ ഓട്ടോക്കാരൻ്റെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതനുസരിച്ച് ടാറ്റ അവരുടെ പുതിയ ജനറേഷൻ നെക്സോണിലുള്ള പരിപാടി തുടങ്ങി എന്നാണ് പറയുന്നത്. ആൻഡ് അതിൻ്റെ ഇൻറ്റേർണൽ കോഡ് നെയിം ഗരുഡ് എന്നാണ് അവർ വിളിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ നെക്സോണിൻ്റെ പുതിയ പ്രൊജക്റ്റിൻ്റെ പേര്. പിന്നെ ഈ വണ്ടി അവരുടെ എക്സിസ്റ്റിംഗ് X1 പ്ലാറ്റ്ഫോം, നമുക്കറിയാം നെക്സോൺ ഇപ്പോഴും ടാറ്റയുടെ പഴയ X1 പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്ത് തന്നെയാണ് വരുന്നത്. X1 പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പം അവർ ഇനീഷ്യലി ഇൻഡിക്ക ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച പ്ലാറ്റ്ഫോമാണ്. അതായത് ഏകദേശം ഒരു 2000s അല്ലെങ്കിൽ ലേറ്റ് 90s എന്നൊക്കെ നമുക്ക് പറയാം. ആ സമയത്തുണ്ടായിരുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് അവർ വിസ്തയിൽ കൊടുത്തത്. ആ വിസ്തയുടെ പ്ലാറ്റ്ഫോം ബേസ് ചെയ്തിട്ടാണ് ഇവർ നമ്മുടെ നെക്സോൺ ഇറക്കിയത്. അതുപോലെ പഴയ ഇൻഡിക്കയുടെ പ്ലാറ്റ്ഫോം ബേസ് ചെയ്തിട്ടായിരുന്നു ടിയാഗോ ഇറക്കിയത്. എന്തായാലും ഇതിൻ്റെ തന്നെ ഒരു വളരെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു X1 പ്ലാറ്റ്ഫോമിലായിരിക്കും പുതിയ ജനറേഷൻ നെക്സോൺ വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും അതങ്ങനെ വരേണ്ട കാര്യമില്ലായിരുന്നു. കാരണം അവർ അതിനുശേഷം ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് വേറെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹാരിയറിലൊക്കെ ആണെങ്കിൽ ഒമേഗ ആർക്കായ നമ്മുടെ ലാൻഡ് റോവറിൻ്റെ D8 പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡെറൈവ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് അവർ ഉപയോഗിക്കുന്നത്. അത് നെക്സോണിൽ കൊടുക്കണമെന്നില്ല, കാരണം അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷേ അതിന് പുറമെ വേണമെങ്കിൽ അൾട്രോസിലും പഞ്ചിലും ഒക്കെ ഉപയോഗിക്കുന്ന ആൽഫ പ്ലാറ്റ്ഫോം അവർക്ക് ഈസി ആയിട്ട് നെക്സോണിൻ്റെ പുതിയ ജനറേഷനിൽ കൊടുക്കാവുന്നേ ഉള്ളൂ. കാരണം അത് കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആണ്, കുറച്ചും കൂടെ സ്ട്രക്ചർ ഇൻറ്റഗ്രിറ്റി വൈസ് നല്ലതാണ്. പിന്നെ നമുക്ക് പറയാം ഇത്തിരി കൂടെ മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന്. X1 അവർ അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തുമായിരിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അത്രയും പഴയൊരു പ്ലാറ്റ്ഫോം ആണത്. ഇതിന് മുന്നേയും നെക്സോണിൻ്റെ 2023 മോഡൽ ഫേസ് ലിഫ്റ്റ് ഇറക്കുന്ന സമയത്ത് അവർ ആൽഫ പ്ലാറ്റ്ഫോമിലേക്ക് നെക്സോൺ മാറ്റും എന്നുള്ള റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അതിനുശേഷം ഇനിയിപ്പം 4 വർഷം കഴിഞ്ഞ് പുതിയൊരു മേജർ ഫേസ് ലിഫ്റ്റ് വണ്ടി ഇറക്കുന്ന സമയത്തും ആക്ച്വലി അവർ പ്ലാറ്റ്ഫോം മാറ്റുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അത് കുറച്ച് മോശമാണ്. ബട്ട് എനിവേ നമ്മൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നെക്സോണിനെ പറ്റി പറയാനാണെങ്കിൽ ഈ വണ്ടി 2017 ഇറങ്ങിയതിന് ശേഷം 2020 അതിനൊരു മേജർ ഫേസ് ലിഫ്റ്റ് ലഭിച്ചു. അവർ റിയർ ഡിസൈൻ അധികം മാറ്റിയില്ല, പക്ഷേ ഫ്രണ്ട് ഡിസൈനിൽ നമുക്ക് കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം തന്നെയാണ് 2020 ഫേസ് ലിഫ്റ്റിൽ കിട്ടിയത്. ഇൻറ്റീരിയറിലും അത്യാവശ്യം വ്യത്യാസമൊക്കെ അവർ വരുത്തി എന്ന് പറയാം. അതിനുശേഷം 2023 3 വർഷം കഴിഞ്ഞ് അവർ പുതിയ ഫേസ് ലിഫ്റ്റ് ഇറക്കിയ സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് മേജർ ഡിസൈൻ ചേഞ്ച് ആണ് ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും ഒക്കെ കാണാൻ സാധിച്ചത്. മെയിനായിട്ട് ഫ്രണ്ട് ഡിസൈൻ അവർ മൊത്തം മാറ്റി. സൈഡ് കുറച്ച് സിമിലർ ആയിരുന്നു. റിയർ ഡിസൈനിലും ഒരു എവല്യൂഷണറി ചേഞ്ച് ആണ് അവർ വരുത്തിയത്. അതായത് ടെയിൽ ലാംപ്സിൻ്റെ ഒക്കെ ഒരു അറയൊക്കെ സെയിം ആയിരുന്നെങ്കിൽ പോലും കംപ്ലീറ്റ്ലി LED ആക്കി, സ്ലീക്ക് ലൈറ്റ്സ് ആക്കി, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇൻറ്റീരിയറിൻ്റെ കേസിൽ പറയാനില്ല, നമുക്കൊരു ഡേ നൈറ്റ് വ്യത്യാസം എന്ന് തന്നെ വേണമെങ്കിൽ പുതിയ നെക്സോണും പഴയ നെക്സോണും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് പറയാം. പുതിയ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലും, അതുപോലെ ഡാഷ്ബോർഡിൻ്റെ ലേഔട്ട് കുറച്ചൊക്കെ സോഫ്റ്റസ്റ്റ് മെറ്റീരിയൽസ്, അതുപോലെ മെറ്റീരിയൽ ക്വാളിറ്റി കുറച്ച് ഇമ്പ്രൂവ് ചെയ്ത്, പിന്നെ പുതിയ നമുക്ക് 10.25 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റംസ് വന്നു. ഇൻഫോടൈം സിസ്റ്റം, ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ രണ്ടും 10.25 ഇഞ്ച് ആയി. അങ്ങനെ അത്യാവശ്യം വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് അവർ പുതിയ ജനറേഷൻ നെക്സോൺ, മേ ബി ഒരു മേജർ ഫേസ് ലിഫ്റ്റ് തന്നെ പറയാം, കാരണം ഇതിലും പ്ലാറ്റ്ഫോം മാറിയിട്ടില്ലായിരുന്നു. അങ്ങനത്തെ ഒരു നെക്സോൺ അവർ ഇറക്കുന്നത്. ഈ വണ്ടിക്ക് ഗംഭീര സ്വീകാര്യത തന്നെയാണ് ലഭിച്ചത്. അതും ഇവർ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ള കർവിൻ്റെ ഒക്കെ കോൺസെപ്റ്റ് ഉണ്ട്. ആ സമയത്താണ് നമ്മൾ ഇങ്ങനത്തെ ഇൻറ്റീരിയർ ടാറ്റയുടെ വാഹനങ്ങളിൽ കണ്ടിട്ടുള്ളത്. ശരിക്കും ഇപ്പോൾ ടാറ്റയുടെ മിക്ക വാഹനങ്ങളിലും ഈ ഒരു ഇൻറ്റീരിയറാണ് വരുന്നത്. അതിപ്പം ഹാരിയർ ആയിക്കോട്ടെ, സഫാരി ആയിക്കോട്ടെ, കർവ് ആയിക്കോട്ടെ, അങ്ങനത്തെ വാഹനങ്ങളിലൊക്കെ. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു ഇൻറ്റീരിയർ കാണുന്ന നെക്സോണിൻ്റെ ഫേസ് ലിഫ്റ്റിലാണ്. മാത്രമല്ല അന്ന് മാർക്കറ്റിലുണ്ടായിരുന്ന വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഈ വണ്ടി ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നുമായിരുന്നു. ഇപ്പോൾ സോണറ്റോ, വെന്യൂ, അല്ലെങ്കിൽ ഈവൻ XUV 3XO ഒന്നും ആ സമയത്ത് വന്നിട്ടില്ല. 300 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു അപ്ഗ്രേഡ് തന്നെയായിരുന്നു നെക്സോണിൽ നമുക്ക് കിട്ടിയിരുന്നത്. ഇനി 2027 വരാൻ പോകുന്ന വാഹനത്തിലും ഇങ്ങനത്തെ ഒരു മേജർ ഓവർഹോൾ തന്നെയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പക്ഷേ ഒരു ജനറേഷൻ അപ്ഡേറ്റ് പോലെയാണ് ടാറ്റ ഇപ്പോൾ പറയുന്നത്. ഓർ ആ വാഹനത്തിൻ്റെ കോഡ് നെയിം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ വർക്ക് തുടങ്ങിയിരിക്കുന്നത്. പ്ലാറ്റ്ഫോം മാറില്ല എന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഉള്ള വാഹനത്തിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈൻ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യം ഇറങ്ങിയ നെക്സോണും ഇപ്പോൾ ഉള്ള നെക്സോണിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പ് അവിടെ ഇവിടെയൊക്കെ സിമിലർ ആയിട്ട് തോന്നും. അതിൻ്റെ അകത്തുള്ള കോസ്മെറ്റിക് എലമെൻസിലൊക്കെയാണ് അവർ മെയിനായിട്ട് വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. വാഹനത്തിൻ്റെ ബോഡി പാനൽസിൽ ഒരുപാട്
ചേഞ്ചസ് വരുത്തിയിട്ടില്ല. ഏറ്റവും മേജറായിട്ട് നമുക്കത് നോട്ട് ചെയ്യാൻ പറ്റുന്ന സൈഡ് പ്രൊഫൈൽ ശ്രദ്ധിക്കുമ്പോഴാണ്. ആദ്യം വന്ന നെക്സോൺ ഇപ്പോൾ വരുന്ന നെക്സോൺ ഒക്കെ ആ ഒരു സൈഡ് പ്രൊഫൈൽ നമുക്ക് സിമിലാരിറ്റി നന്നായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ എഗെയിൻ അവിടെയും കോസ്മെറ്റിക് പാലോയ്സ്, അതുപോലെ റൂഫ് റെയിൽസ്, നമ്മുടെ റൂഫിൻ്റെ കളർ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം അറിയാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമുക്ക് ഇനിയിപ്പോൾ ടാറ്റ കൊണ്ടുവരാൻ പോകുന്ന അവരുടെ സിയറയുടെ ഒക്കെ ഇൻറ്റീരിയർ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഇൻറ്റീരിയറിൽ നിന്ന് കുറച്ച് ഇൻസ്പിറേഷൻ എടുത്തിട്ടുള്ള അതാവാം ഇതിനകത്ത് വരാൻ പോകുന്ന. ഓർ ടാറ്റയുടെ പുതിയ ജനറേഷൻ ഇലക്ട്രിക് വാഹനങ്ങളായ അവിന്യ ബ്രാൻഡിൽ വരാൻ പോകുന്ന വണ്ടികളുടെ ഇൻറ്റീരിയറായിട്ടും ചിലപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ സിമിലർ ആയിരിക്കും. കാരണം അവിന്യ എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ അവർ കാണിച്ച സമയത്ത് നമ്മൾ ഇതുവരെ ടാറ്റയുടെ വാഹനങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു ഡിസൈനാണ് അവിടെ നമ്മൾ കണ്ടത്. സോ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ പ്രൊഡക്ട്സിലും പ്രോബബ്ലി ആ ഒരു ഇൻറ്റീരിയർ തന്നെയാണ് ഇനിയിപ്പോൾ വരേണ്ടത്. പിന്നെ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് നമുക്കത് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല. ഷോട്ടോക്കാരൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതനുസരിച്ച് പെട്രോൾ എഞ്ചിൻ എല്ലാം ഇപ്പോൾ ഉള്ളത് തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗിൽ കിട്ടുന്ന 1.2 ലിറ്റർ എവോട്രോൺ പെട്രോൾ എഞ്ചിൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. 120 bhp 170 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതിന് പുറമെ ഇപ്പോൾ കർവിലൊക്കെയുള്ള 1.2 TGDA പെട്രോൾ എഞ്ചിൻ ഉണ്ട്, ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ. അതവർ മിക്കവാറും ഫേസ് ലിഫ്റ്റ് ഓർ മേ ബി പുതിയ ജനറേഷൻ കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ ഇതിനകത്ത് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ 2025 കർവ് ഇറങ്ങി, അതിൻ്റെ ഡിമാൻഡ് അത്ര ഹൈ അല്ല. നെക്സോണിലൊക്കെ അത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ വാങ്ങിയേക്കാം എന്നുള്ള രീതിയിൽ കൊടുത്തുകൂടായികയില്ല ഈ വാഹനത്തിൽ. എന്തായാലും അത് അത്യാവശ്യം നല്ല എഞ്ചിനാണ്. 125 PS പവറും അതുപോലെ 230 Nm ടോർക്കുമാണ്, 225 Nm ടോർക്കുമാണ് ഇത് പവർ ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് DCA ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്, അതുപോലെ 6 സ്പീഡ് മാനുവൽ അവൈലബിൾ ആണ്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ എഞ്ചിനാണത്. പിന്നെ വരുന്നത് ഇതിൻ്റെ CNG ആണ്. അത് നമുക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്, ഫ്യൂച്ചറിലും എന്തായാലും അത് കിട്ടും. അതുപോലെ ഇലക്ട്രിക്കും എന്തായാലും നെക്സോണിലുണ്ടാകും. അതിപ്പം നെക്സോൺ ആദ്യം തന്നെ അവർ കുറച്ച് പോപ്പുലർ ആക്കിയത് EV വന്നപ്പോഴാണ്. അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ പോപ്പുലർ ആയത് ശരിക്കും നെക്സോൺ EV വന്നപ്പോഴാണെന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതിനുശേഷമാണ് ബാക്കി കമ്പനികളൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കാൻ തുടങ്ങിയതും അതൊക്കെ ആൾക്കാർ വാങ്ങാൻ തുടങ്ങിയതും. അതിന് മുന്നേ വരെ ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഒട്ടും ഡിമാൻഡിൽ ഇല്ലാതിരുന്നൊരു സംഭവമായിരുന്നു. ഇനി പവർ ട്രെയിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ചെറിയ പ്രശ്നം വരുന്ന ഡീസലിൻ്റെ കേസിലാണ്. BS7 എമിഷൻ നോംസ് വരാൻ പോകുന്നത് 2027 സോ ബേസിക്കലി നമുക്ക് ഈ ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഡീസൽ എഞ്ചിൻസ് എല്ലാം ആ സമയമാകുമ്പോഴേക്കും പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ടാറ്റയും ഇതിന് മുന്നേ അവരുടെ ഒരു പ്രസ് കോൺഫറൻസിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്. BS7 ആവുന്ന സമയത്ത് അവരുടെ 1.5 ലിറ്റർ സീരീസിൽ വരുന്ന ഡീസൽ എഞ്ചിനൊക്കെ അവർ നിർത്തിയേക്കാമെന്ന്. കാരണം അത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള കോസ്റ്റ് പിന്നെയും വല്ലാണ്ട് കൂടും. അപ്പോൾ പിന്നെ അത്രയും ഒരുപാട് അഡീഷണൽ എമൗണ്ട് കൊടുത്ത ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഡീസൽ വണ്ടികൾ വാങ്ങാതായാലോ എന്ന് വിചാരിച്ചാണ് അവരത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിനെ പറ്റി പറയുന്നത്. പിന്നെ ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞാലും നമുക്കിപ്പോൾ കർവ്, നെക്സോൺ അതുപോലെ അൾട്രോസിലൊക്കെയാണ് കിട്ടുന്നത്. ബാക്കി വാഹനങ്ങളിലൊന്നും അവർ ഇത് കൊടുക്കുന്നില്ല. അതിൽ നെക്സോണിൽ ഡീസലിൻ്റെ സെയിലും വളരെ കുറവാണ്. 20-30% ആൾക്കാർ മാത്രമേ നെക്സോണിൽ ഡീസൽ പ്രിഫർ ചെയ്യുന്നുള്ളൂ. കർവിൻ്റെ കേസും ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ അൾട്രോസിൽ ആൾക്കാർ വളരെ കുറവ് എടുക്കുന്നത്, 10-15% മാത്രമാണ് ആൾക്കാർ ഡീസൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡീസൽ എഞ്ചിൻ പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയുക. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ വേണമെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.